അസ്സലാമു അലൈക്കും. ഉമ്മൂമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. മക്കളെ, ഇന്ന് ഇവിടെ ഉമ്മൂമ്മ ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങ ചമ്മന്തിപ്പൊടിയാണ്. അതിന് ഞങ്ങളുടെ വീട്ടിലെ ഒട്ടുമാവിലത്തെ മാങ്ങ പൊട്ടിച്ചിട്ട് ഇടാച്ചിട്ടാ മാങ്ങയാണ് പൊട്ടിക്കണത് കേട്ടോ. അപ്പം ഇനി അത് കൊണ്ടുപോയി അതിൻ്റെ ചേരുവകളൊക്കെ കാണിച്ച് പറയാം. അപ്പം ഞങ്ങളുടെ വീട്ടിൽ മിളക് ഉണ്ടാകുക, പച്ചമുളക് ഇട്ടാൽ അത് നോക്കിയില്ല, അതൊക്കെ പഴുത്തേക്കണം. അപ്പം അതും കുറച്ച് പൊട്ടിച്ചു. മക്കളെ, ഉമ്മയും കൊച്ചുമോളും ചാനലിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് മാങ്ങ ചമ്മന്തിപ്പൊടി കേട്ടോ. അതിലേക്കുള്ള ചേരുവകളാണ്: ഒരു തണ്ട് വേപ്പില, 5-8 മിളക്, ഉണക്കമുളക്, ഒരു വലിയ നാളികേരം ചിരകിയത്, വലിയൊരു കഷ്ണം ഇഞ്ചി, ഒരു 8 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ഉലുവ, 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, മല്ലിപ്പൊടി 1.5 ടേബിൾ സ്പൂൺ, ഉഴുന്നുപരിപ്പ് 5 ടേബിൾ സ്പൂൺ, കടലപ്പരിപ്പ് 5 ടേബിൾ സ്പൂൺ, 2 മാങ്ങ. ഉപ്പൊക്കെ ഇടുമ്പോൾ പറയട്ടോ. ഉപ്പ്, മഞ്ഞൾപ്പൊടി, കാശ്മീരി ചില്ലിപ്പൊടി, കായംപൊടി ഒക്കെ ഇടുമ്പോൾ പറയാം. നമ്മൾ മാങ്ങ ചെത്തണം. അപ്പോൾ മക്കളെ, നമ്മൾ നാളികേരവും മാങ്ങയും ആദ്യം മിക്സിയിൽ ഇട്ടിട്ടൊന്ന് അടിക്കണം. മാങ്ങയുടെ കൂടെ നാളികേരം ഇടുന്നത് എന്താണെന്നറിയോ? മാങ്ങയിലത്തെ വെള്ളമൊക്കെ നാളികേരത്തുമ്മേലേക്ക് പിടിക്കും. അത് കാരണം ആദ്യം മാങ്ങയും നാളികേരം മിക്സിയിലിട്ടടിക്കുക. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി. അത് നമ്മളിനി അടിച്ചിട്ട് വരാം കേട്ടോ. നാളികേരവും ഇഞ്ചിയും വെളുത്തുള്ളിയും മാങ്ങയും. അപ്പോൾ മക്കളെ, നമ്മുടെ നാളികേരവും മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അവിടെ ചതച്ചെടുത്തു കേട്ടോ. ഇനി നമ്മൾ പരിപ്പ്, കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഉലുവൊക്കെ വറുത്തെടുക്കണം. ഇതൊക്കെ വറുത്തെടുത്തിട്ട് ഇപ്പോൾ നമ്മുടെ പരിപ്പ് ഇവിടെ, കടലപ്പരിപ്പ് ഇവിടെ ഒരു അരഭാഗം വേവായിട്ടാണ്. അതിൽ കൂടെ നമ്മൾ ഉഴുന്നുപരിപ്പ് ഇടണം. അതും കൂട്ടി ഇളക്കുക. അപ്പോൾ നമ്മൾ ഉഴുന്നുപരിപ്പും കടലപ്പരിപ്പും ഇവിടെ വറവായിട്ടാണ്. ഇനി ഒരു പാത്രത്തിലേക്ക് കൊട്ടട്ടെ. കടലപ്പരിപ്പിൻ്റെ കളറൊന്ന് മാറി, കുഴപ്പമില്ല. ഇനി ഉലുവ, മിളക്. ഇപ്പോൾ മക്കളെ, മിളകും കടലപ്പരിപ്പും ഉഴുന്നുപരിപ്പും ഉലുവൊക്കെ അതിന് ചൂടാറട്ടെ. ഇനി നമ്മുടെ മാങ്ങയും ഇഞ്ചിയും വെളുത്തുള്ളിയും നാളികേരും നമ്മൾ ചതച്ചില്ലേ മിക്സിയിൽ, അതൊന്ന് വറക്കണം. എണ്ണമഴക്കൊന്നും പരക്കരുത്, അല്ല ഒഴിക്കരുത്, എണ്ണയെ ഒഴിക്കരുത്. ഇത് നമ്മളിനി സ്ലോവിലിട്ടിട്ട് വറക്കണം. തീ ഇങ്ങനെ കുറച്ചിട്ടിട്ട് വറുത്ത് മുരിഞ്ഞ് വരണം. ഇതിപ്പോൾ നമ്മൾ നാളികേരത്തിൽ, മാങ്ങയുടെ വെള്ളം നാളികേരത്തിൽ പിടിക്കും. അതിനാണ് ഒപ്പിട്ടിട്ട് പൊടിച്ചത്. ഇത്തിരി നേരം പിടിച്ച് സ്ലോവിലിട്ടിട്ട് വറവാവണമെങ്കിൽ ഇത്തിരി നേരം പിടിക്കും. നമ്മൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ അല്ലേ തുറക്കാൻ പോണത്. കുട്ടികൾക്ക് സ്കൂളൊക്കെ കൊണ്ടുപോകാൻ, എടുത്ത് വെക്കാൻ 1 മാസമൊക്കെ ഓടും. അതിങ്ങനെ എടുത്ത് വെച്ചാൽ
ഞാനിത് ഉണ്ടാക്കാറുള്ളതാണ്. ചമ്മന്തിപ്പൊടികളും അച്ചാറുകളൊക്കെ സ്കൂൾ തുറക്കുമ്പോഴത്തേനും ഉപ്പ് വാങ്ങി ഉപ്പിലിട്ട നെല്ലിക്ക, ക്യാരറ്റ്, ഉണ്ണിപ്പിണ്ടി, ഉണക്ക എല്ലാ സാധനങ്ങളും സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് ഉപ്പിലിട്ട് വെക്കും. സ്കൂൾ തുറന്ന് വെച്ചിട്ട് ചോറിന കറിയുടെ കൂടെ ഉപ്പേരിയുടെ കൂടെ ഒക്കെ കൊണ്ടുപോകും കുട്ടികൾ. ചമ്മന്തിപ്പൊടി, ചെമ്മീൻ ചമ്മന്തിപ്പൊടി, ഉണക്കമീൻ ചമ്മന്തിപ്പൊടി, അതുപോലെ ക്യാരറ്റ്, ബീറ്റ്റൂട്ട് എല്ലാ സാധനങ്ങളും ചമ്മന്തിപ്പൊടി ഉണ്ടാക്കും കേട്ടോ സ്കൂൾ തുറക്കുമ്പോഴത്തേക്കും. യൂട്യൂബിൽ ചാനലൊക്കെ ഇപ്പം തുടങ്ങിയതാണ്, 6 മാസമായിട്ടുള്ളൂ. ഞാനിതൊക്കെ ചെയ്യുന്നത് കടകളായിട്ടുള്ളതാണ്. അത് ഇവിടെ യൂട്യൂബ് തുടങ്ങിയപ്പോൾ അതിൽ ഇട്ടതാണ്. ഇവിടെ ഒരു കുട്ടി, ഒരു മലപ്പുറത്തേരെ ഒരു കുട്ടി വരാറുണ്ട്. ആ കുട്ടി വന്നപ്പോൾ നിങ്ങൾ തുടക്കം കുറിച്ചത് മക്കളിത് കണ്ടിട്ട് ഇഷ്ടപ്പെടുക വെച്ചെങ്കിൽ ഇതുപോലെ ചെയ്ത് നോക്കണം. ഉമ്മമ്മ ഉണ്ടാക്കണ ഇതാണ് ഇവിടെ കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഉമ്മമ്മയുടെയും കൊച്ചുമോടെയും ചാനൽ വിജയിപ്പിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇത് വറവാവട്ടെ. അപ്പോൾ നമ്മുടെ മിളകും ഉഴുന്നും കടലപ്പരിപ്പും ഉലുവൊക്കെ തണുത്തു. ഞാനതൊന്ന് പൊടിക്കട്ടെ കേട്ടോ. ഒരുവിധം വെള്ളം വറ്റി. ഇപ്പം നമ്മളതിലേക്ക് വേപ്പില ഇടണം. നമ്മുടെ നാളികേരവും മാങ്ങയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ല വെള്ളമയം മാറി നല്ല വറവായിട്ടാണ്. ഇനി അതിലേക്ക് നമ്മൾ തീ നല്ലോണം കുറച്ചിട്ടിട്ട് അതിലേക്ക് നമ്മൾ ഇടുന്ന സാധനങ്ങൾ: ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, കായം അമ്മ എണ്ണയിൽ വറുത്ത് പൊടിച്ച് വെച്ചതാട്ടാ, അതൊരു അര ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ, ഉപ്പ് നമ്മുടെ പാകത്തിന് പൊടിച്ചിട്ട് ഓരോരുത്തരുടെ പാകത്തിനാണ് ഉപ്പ് വരിക. ആ കായത്തിൻ്റെ മണം, മല്ലിപ്പൊടിയുടെ മണം, ഉപ്പുപൊടിയും ഒക്കെ ഇവിടെ പാകമായി. ഇപ്പോൾ ഗ്യാസ് ഓഫാക്കണ നമ്മൾ ഇനി ഇത് ചൂടാറാൻ വേറെ ഒരു പ്ലേറ്റിലേക്ക് ഇടണം. ചൂടാറി പൊടിച്ച് നമ്മുടെ വറവൊക്കെ ചൂടാറിയിട്ടാ. അത് ആദ്യം ഇട്ട കടലപ്പരിപ്പും ഉലുവയും ഉഴുന്നൊക്കെ പൊടിച്ചില്ലേ, അതിൽ കൂടെ തന്നെ ഇടുന്നിട്ടാ. കുറച്ചുള്ളേ, കാരണം ഒരു ട്രിപ്പ് തന്നെ പറ്റും. ഇപ്പം തന്നെ ചമ്മന്തിപ്പൊടി ഇട്ട് തിന്ന് കഴിച്ചു തുടങ്ങി. പിന്നെ സ്കൂൾ നോക്കുമ്പോഴേക്കും ഇതാവും. മറ്റത് ഈ വീഡിയോ പിടിക്കുക കാരണമാണ് ഇവര് സഹായം. മറ്റൊക്കെ നമ്മൾ സ്കൂൾ കൂട്ടുന്നൊക്കെ തന്നെ ഉണ്ടാക്കി വെക്കും. ഇവരില്ലാതെ ഇപ്പോൾ ഇത് വീഡിയോ പിടിക്കുമ്പോൾ ഒരാളെ സഹായം വേണം. ആദ്യം പിടിച്ചതൊക്കെ ഞാൻ ഫോണിൽ ഒറ്റക്കെട്ടാ, അപ്പോൾ ഇവരിവിടെ ഇല്ല. അപ്പം ഞാൻ പൊടിച്ചിട്ട് വരാം. ഇനി നമ്മൾക്കിത് ഇത്തിരി ഉപ്പും കൂടി ഇട്ടാൽ മാങ്ങ നാളികേരം ചമ്മന്തി. നമ്മുടെ മാങ്ങാ ചമ്മന്തിപ്പൊടി ഇവിടെ റെഡി ആയിട്ടാ. നമ്മളിത് കാണുമ്പോൾ നമുക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാങ്ങാ ചമ്മന്തിപ്പൊടി അത് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മക്കളും ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഇത് അറിയിക്കുക, ഗുണങ്ങൾ അറിയിക്കുക. പറയാനേ എന്തൊക്കെ പറയാമെന്ന് അറിയാൻ പറ്റില്ല കേട്ടോ. അത് നമുക്കറിയുന്ന പോലെ പറയാനേ. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ വിജയിപ്പിക്കാൻ നോക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അത് ചൂടാറിയിട്ട് കുപ്പിയിലാക്കി വെക്കണം.
ആക്കി വെക്കണമല്ലോ. ഇത് സ്കൂൾ കുട്ടികൾക്കൊക്കെ കൊണ്ടുപോകാൻ, സ്കൂൾ തുറക്കല്ലേ, സ്കൂൾ കുട്ടികൾക്ക് കൊണ്ടുപോകാൻ എളുപ്പമാണ്. ഒരിപ്പോൾ തന്നെ ഭാര്യ തിന്ന് കഴിക്കുകയാണ്. അപ്പോൾ മക്കൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഉമ്മയും കൊച്ചുമോളും വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. അങ്ങനെ മക്കളുള്ള ചമ്മന്തിപ്പൊടിയൊക്കെ ഇവിടെ റെഡി ആയിട്ടാണ്. ചൂടാറി നമ്മൾ കുപ്പിയിലാക്കുകയാണ്. ചില്ല് കുപ്പിയിലല്ല കേട്ടോ, പ്ലാസ്റ്റിക് കുപ്പിയിലാണ്. ചില്ല് കുപ്പിയില്ല. അതിപ്പോൾ 4 ദിവസം കൊണ്ട് കഴിയും, സ്കൂൾ തുറന്നതല്ലേ. പണി സഹായിക്കുന്ന ആൾക്കാരൊക്കെ നാളെ സ്കൂൾ തുറക്കല്ലേ, അതിൻ്റെ തിരക്കിലാണ് അവർ. ബിരിയാണിയാ? ആലിയ ഇന്നലെ മുട്ട ബിരിയാണി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു.